യെല്ലോ ഗായ്സ് യെല്ലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും എല്ലാം കഴിഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോഴാണോ നിന്റെ ഹാപ്പി വിഷു എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനേ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഈ സാധനം കുത്തിയിരുന്ന് എഡിറ്റും ചെയ്ത് അപ്ലോഡ് ആകുമ്പോഴത്തേക്കും ലേശം ഒരു നട്ടപ്പാതിര സമയമായി പോയി. എനിവേ എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ പടക്കം പൊട്ടിക്കുന്നതൊക്കെ കേൾക്കാം. ഇപ്പോഴും ഉണ്ട് ആൾക്കാർ പടക്കം പൊട്ടിക്കുന്നത്, അതുകൊണ്ട് തീർത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾക്ക് ആക്ച്വലി വിഷു ഇല്ല. അപ്പം ഈ കണിവെക്കലും പിന്നെ സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും കുറച്ച് പൂത്തിരി സാധനങ്ങളൊക്കെ ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു 3-4 മാസം മുന്നേ ഒരു സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി വാങ്ങിച്ചു വെച്ചാണ്. അതിൻ്റെ ബ്ലോഗ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അത് ഇതുവരെ ചെയ്ത് തീർത്തിട്ടില്ല. എന്തെല്ലോട്ടെ അപ്പം അതിനുവേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞു, എന്നാൽ പിന്നെ ലേശം ഒരു നിലച്ചക്രയില്ല, അതൊരു 3-4 കൂടി വാങ്ങിച്ചേക്കുന്നു. എന്നാലും പുത്തിരി കത്തിക്കല്ലോ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കൂടി കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ എന്തായാലും കണി വെക്കുന്ന സംഭവമൊന്നും ഇല്ലല്ലോ. അപ്പം ഈ 3 മണി 4 മണി ആ സമയത്ത് എണീച്ചിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. എന്നാൽ പിന്നെ നേരത്തെ നമുക്കിത് കത്തിച്ച് വെച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങി ലേശം സ്ലീപ്പ് ആവാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു 10 മണി 11 മണി സമയത്ത് തന്നെ ഞങ്ങളത് കത്തിക്കാനൊക്കെ തുടങ്ങി. പാട്ടയ്യപ്പാ തുടങ്ങിയാലോ. പണ്ടറക്കാൻ പോവുകയാണ്, പക്ഷെ എഴുതിരില്ലല്ലോ. ഇത്ര നിലച്ചക്രം വാങ്ങിക്കുന്നതിനെ കൂടെ തന്നെ ഒരു ക്യാൻഡിൽ കൂടി വാങ്ങിച്ചു വെച്ചാൽ മതിയായിരുന്നു. പിന്നെ അറ്റ്ലീസ്റ്റ് ഈ ചിരാത് പോലത്തെ സാധനം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ തിരിയിട്ടിട്ട് നമുക്ക് ഇറക്കാമായിരുന്നു. പക്ഷെ ആ ചിരാതും ലാസ്റ്റ് മിനിറ്റ് ഒന്നും കണ്ടില്ല. ഈ മൊത്തം വിളക്കോട് കൂടി എടുത്തോണ്ട് പോയാലോ. അവസാനം നമ്മുടെ ഏതോ ഒരു ബർത്ത്ഡേക്ക് ഉള്ള ഈ സാധനം കണ്ടില്ലേ, ഈ ക്യാൻഡില്, അതാണ് എടുത്തുകൊണ്ട് വന്നത്. ദൈവികമായ ഒരു സാധനത്തിൽ ഇതാ നമ്മൾ എട്ടൊക്കെ കുത്തി വന്നിരിക്കുകയാണ്. വളരെയധികം ഐശ്വര്യമായിട്ട് നമ്മുടെ ഏട്ട് കത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു യെല്ലോ നമുക്ക് തുടങ്ങാവുന്നതാണ്. ഇതിപ്പോ യെല്ലോ കളർ അയക്കുന്നതാണോ, അതിന്റെ പേരാണോ ഇത്? യെല്ലോ, ഇത് ക്രാക്ലിംഗ്, ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് സാധനം. അത് നമുക്ക് ലാസ്റ്റ് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ യെല്ലോ സാധനം എടുക്കണം. അച്ഛനും അമ്മയ്ക്കും ഓരോന്നോരും വീതം നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, പിടിയോ അല്ല, ഇതും കൂടി പിടിച്ചോ. നമുക്ക് 2 കൊടുക്കാം. 2 കൈ ആയിക്കോട്ടെ. ഇങ്ങനെ വെറുതെ മറ്റേ കൈന് വെറുതെ നമ്മൾ ഒറ്റയ്ക്കാക്കുന്നതാ. ഓക്കെ, ഇങ്ങനെ ഞാനും എടുത്തിരിക്കുന്ന ഒരു 2 ഇനി ഇത് കത്തിക്കാനാണ് ഏറ്റവും വലിയ പാടാം. ഒരാൾ കത്തിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഇത് കൊടുക്കുന്നതാണ് വളരെയധികം നല്ലതാണ്. ഇത് കുറേ നേരം എടുക്കുന്നേ. മറ്റേ ആർക്കാണോ ആദ്യം ആവുന്നത് അവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. ഓക്കെ, അതാണ് പറഞ്ഞത് ഞാൻ. കത്തിക്കൂ. അത് വേറെ പിടിക്കൂ. അയ്യോ, എന്റെ ചെരുപ്പ് പോയി. ജിങ്കില്ലല്ലോ ജയ് പാട് ജിങ്കില്ലല്ലോ. അതും ഒന്ന് കത്തിച്ചപ്പോഴേക്കും മുഞ്ചി. പിന്നെ ഫുൾ തപ്പൽ തന്നെയായിരുന്നു. അങ്ങനെ ഏതോ ഒരു ഗുദാമിലുണ്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിടക്കുന്ന ഈ ക്യാൻഡിൽ. ഇത് നേരത്തെ നോക്കിയപ്പോൾ കിട്ടിയതേക്ക് ഇത്ര സമാധാനം വരികയായിരുന്നു. പക്ഷെ ഇല്ല, ഒരിക്കലും ഇല്ല. സമയത്തിന് ഒരു സാധനവും കിട്ടില്ല. നമ്മളൊന്ന് വേർത്ത് കുളിപ്പിച്ച് നമ്മളിങ്ങനെ ദേഷ്യത്തിന്റെ വക്കിലെത്തിങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഓടുന്നൊരു വക്കിലെത്തി നിൽക്കൂലേ, അപ്പോൾ അത്ര പേര് എത്തിക്കും. എന്നിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരുള്ളൂ. അത് എന്താണെന്നറിയില്ല, എന്നിങ്ങനെ തലയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടേ അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. അപ്പുറത്തെ പാട്ടി കുറയ്ക്കുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, എനിക്ക് എന്റെ പേടി. പിന്നെ ഇത് കണ്ടില്ലേ, സത്യമായിട്ട് കടക്കാർ പറഞ്ഞത് ഇത് വെള്ളത്തിലിട്ടാലും കത്തും എന്നായിരുന്നു എന്റെ അറിവിൽ. ഇത് വെള്ളത്തിലിട്ടാലും കത്തും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ നമുക്ക് നോക്കിയാലോ, ഒരു ബക്കറ്റ് വെള്ളത്തിൽ വന്നാലോ. വെള്ളത്തിലിട്ടാലും കത്തും. അതിപ്പോൾ കത്തിക്കുന്നതിന്റെ മുന്നിൽ വെള്ളത്തിലിടണോ അതോ കത്തിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിലിടണോ എന്നൊന്നും അവർ പറഞ്ഞില്ലല്ലോ എന്നോട്. വെള്ളത്തിലിട്ടാലും കത്തും, അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് പോലെ ഞാൻ എന്താ മനസ്സിലാക്കിയതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലേ. മണ്ടത്തരമാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ വീട്ടുകാർ എങ്ങനെയായിരുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാക്കും എല്ലാ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് വെച്ചാലും കത്തും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തോന്നില്ലേ വെള്ളത്തിലിട്ടാലും കത്തും. പക്ഷേ ഇവർക്ക് മനസ്സിലായത് വെള്ളത്തിലിട്ട് വെച്ചാലും കത്തും. അത്ര തന്നെ. അതായത് കത്തിക്കുന്നതിന് മുന്നിൽ വെള്ളത്തിലിട്ടാലും നമുക്കത് പിന്നീട് കത്തിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഞാനവിടെ ഓവറാക്കി ചളമാക്കി ബക്കറ്റ് കൊണ്ട് വന്നിരിക്കുക. എന്തിന് എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട്, മിറക്കിൾ കാണിക്കാൻ വേണ്ടിയിട്ട്. മിറക്കിൾ എന്നിട്ട് കത്തിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതെന്താ ചെയ്യണ്ടേ, ഇങ്ങനെയാണ് കത്തിക്കേണ്ടത്, എന്നിട്ട് കത്തിച്ച് ഞാൻ ഇടണോ, അപ്പം തന്നെ ഇടണോ, കുറച്ചുകൂടി കത്തിച്ചിട്ട് ഇട്ടാൽ മതിയോ, ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. കുറച്ച് കത്തിച്ചിട്ടാൽ മതിയോ, അതായത് തന്നെ ഇടണോ? എന്താ ചെയ്യേണ്ടത്? കുറച്ച് കത്തിച്ചിട്ടാ മതിയോ? പറയണോ? എന്നിങ്ങനെ എന്നുള്ള രീതിയിൽ നിൽക്കുക. സാരില്ല, എന്നെ നല്ല രീതിക്ക് മൂച്ചിച്ച് കളിയാക്കിയതാണെങ്കിലും
ഇതൊക്കെ ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നു. വേറെ പറയണ്ട കേട്ടോ. എനിവേ അത് നല്ല രീതിക്ക് മുഞ്ചത് കൊണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത കലാപരിപാടിയിലേക്ക് നമുക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ചെറുതായിട്ട് ഇതെവിടെയെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ മാറ്റി വെക്കുന്നതിനാണ് നമ്മളുടെ കളം നമുക്ക് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. എന്തിന്? നിലച്ചക്രത്തിന് വേണ്ടിയിട്ട്. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ നിലച്ചക്രയില്ലേ, ഈ നിലച്ചക്രം കത്തിക്കാൻ നോം ലേശം പണിപെട്ട് കേട്ടോ. കാരണം ഒന്നാമത് ഫോണിൽ ഫ്ലാഷ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുമല്ല ഈ ലൈറ്റും ഇല്ല. അതും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് കണ്ട് എനിക്ക് സത്യം പറഞ്ഞ് ഞാൻ വലിയ കണ്ടുപിടുത്തിയായി പോകും എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും കൂടി ലൈറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ട് കയറിയിട്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ നിലച്ചക്രത്തിൻ്റെ അതിങ്ങനെ പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എവിടെയാണ് കത്തിക്കേണ്ടത് എനിക്ക് കണ്ടു വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം നല്ല രീതിക്ക് മൂഞ്ചി. എവിടെയാ സാധനം? കണ്ടുവന്നില്ല. അയ്യോ 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 അയ്യോ. പക്ഷേ നമ്മൾ തോൽവി സമ്മതിക്കില്ലല്ലോ. ഇത് കത്തിച്ചതിന് ശേഷം ഒന്നും കൂടി കുറച്ച് എസ്തെറ്റിക്കലി കത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഞാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പൂത്തിരിയിലല്ലോ മറ്റേ സാധനം ഇല്ലേ ഇങ്ങനെ മുകളോട്ടേക്ക് പോകുന്നത്, എന്താ പറയാ, മത്തപ്പൂണോ? മത്തപ്പൂ? പൂക്കുറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതങ്ങോട്ട് വെച്ച് കത്തിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല. പക്ഷെ നൈസായിരുന്നു. എൻ്റെ കണ്ണ് ലേശം പിന്നെയും ഒന്ന് അടിച്ചു പോയി എന്നല്ലാണ്ട് കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കണ്ടില്ല, തിരിച്ചു വന്ന ശേഷം ഞാൻ കുളിച്ചു വന്നതാണ്. കുളിച്ചു വന്ന ഏറ്റവും വലിയ മടത്തിലാണ് ഞാൻ കാണിച്ചത്. പക്ഷെ ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വളരെയധികം ക്ഷീണിച്ച് ഇതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കുളിച്ചിട്ടൊന്ന് ഫ്രഷായിട്ട് അങ്ങോട്ട് ചെന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ അത് ഏറ്റവും വലിയ ആനമണ്ടത്തരമായി പോയി. ആരും ചെയ്യാത്ത കാര്യം. തിരി കത്തിച്ച് വെള്ളത്തിലിടാൻ പോയതല്ലേ, അവൻ അതിൻ്റെ അത്രയ്ക്ക് എന്തായാലും വരില്ലല്ലോ അല്ലേ. അപ്പോൾ കുഴപ്പമില്ല, സാരില്ല, പോട്ടെ. ഈ വർഷത്തേക്കുള്ളതായി ഇത് എന്തായാലും പൂത്തിരി കൊണ്ടുപോയി. ഇനി എനിക്ക് നാണം കിടാനില്ല. ഈ വർഷം എനിക്ക് ഒന്നുമില്ല, തീർന്നു. ഈ ജന്മത്തിലെ ബന്ധം മൊത്തം തീർന്നു എന്ന് പറഞ്ഞില്ല, അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും വേർത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ പിന്നെ പറയണ്ട, ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ വേർപ്പ്, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഫേസ് മാസ്ക് ഒക്കെ എനിക്ക് മുഖത്തേക്ക് നല്ലോണം ചൂടടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു കട്ടനും അതൊക്കെ കുടിച്ച് അങ്ങോട്ട് പിന്നെ അത് വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മറ്റേ പ്രോസസ്സേ ഇങ്ങനെ ഷീറ്റ് മാസ്ക് ഇടുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ അതും കൂടി വ്ളോഗിൽ കുത്തിക്കയറ്റാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത്രയ്ക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ പിന്നെ മറന്നേ പോയിട്ടോ. പിന്നെ ഞാൻ ഫോണിൽ ഇങ്ങനെ വാൾപേപ്പർ ഇങ്ങനെ കാണിക്കൊന്ന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങാനും എനിക്കാണെങ്കിൽ നമുക്ക് ഇത് എടുത്തിട്ട് കാണാമല്ലോ, ഇത് കണ്ടിട്ട് നമുക്ക് അടുത്ത എന്താ പറയുക നമ്മളുടെ ദിവസം മുന്നോട്ടേക്ക് പോകാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മണിക്ക് ശേഷം ഫുൾ പടക്കം പൊട്ടിക്കലും അതും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവരും എണീച്ച് കണി കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഫോണൊക്കെ എടുത്ത് ഒന്ന് ഓണാക്കി കണിക്കൊന്നതിനെ കണ്ടിട്ട് പിന്നെ കിടന്നങ്ങോട്ട് ഉറങ്ങി. എന്നിട്ട് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു 7 മണിക്കോ ആ ഒരു സമയത്ത് എണീച്ചിട്ട് മറ്റേ നമ്മുടെ ജ്യോതിഷം വിഷുഫലമൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന് എനിക്കറിയില്ല, എന്നാലും രസത്തിന് വേണ്ടിയിട്ട്. പക്ഷേ എണീച്ച സമയം തന്നെ എന്ന് പറയുകയാണെങ്കിൽ 12:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എണീച്ചത്. അപ്പം സാധ്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വക വേറെ എന്തെങ്കിലും വീട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഫുഡേ. കാരണം ഇൻസ്റ്റയിൽ ചെറിയൊരു പെയ്ഡ് കൊളാബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാശിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പം അതിന് മുന്നിലെ ആദ്യമായിട്ട് കിട്ടിയ കാശാണല്ലോ. അപ്പം ചെറുതായിട്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ചെറിയൊരു ഫുഡ് ഐറ്റംസ് എന്ന രീതിയിൽ നമ്മുടെ ബാലുശ്ശേരി ആ ഭാഗത്തുള്ള മോസൺ റെസ്റ്റോറൻറ്റിൽ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിഷു ആയതുകൊണ്ട് അവിടെ ഹോം ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവാണ് അങ്ങോട്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ വിളിച്ച് ഓർഡർ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാം എന്നുള്ള രീതിയിൽ പോവാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് ഞാൻ ഇന്നത്തെ ഡ്രസ്സാണ്. എനിക്ക് പിന്നെ വേറെ ഡ്രസ്സൊന്നും ഇടാൻ തോന്നില്ല. ഇന്നത്തെ സാധനം തന്നെ എടുത്തിട്ട് ഒരു മാസ്കും അങ്ങോട്ട് എടുത്തിട്ടു. കാരണം മുഖം പോലും മര്യാദയ്ക്ക് കഴിക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാസ്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം കവർ ചെയ്തു, മുടി ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗവും കവറായി. അപ്പോൾ പിന്നെ ആരും വൃത്തികേട് കാണില്ലല്ലോ. അങ്ങനെ അതും വെച്ചിട്ട് ഇതാ മോസോളിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതോ ചിക്കൻ ബക്കറ്റായിരുന്നു ഉദ്ദേശിച്ചത്. അവർ ബക്കറ്റിലൊക്കെ തരികയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ മിക്സ് ആക്കിയാണല്ലോ, മിക്സ് ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത്. അതായത് 12 പീസിൻ്റെ ബക്കറ്റാണ്. അതായത് 6 പീസ് ഞങ്ങൾ നോർമൽ വാങ്ങിച്ചു, 6 പീസ് ഞങ്ങൾ സ്പൈസി വാങ്ങിച്ചു. പിന്നെ ഒരു 2 ഫ്രൈസും വാങ്ങിച്ചു. ഇതിൻ്റെ കൂടെ തന്നെ കുബൂസും മച്ചണൈസും സോസും പിന്നെ മൊഹിറ്റോ വാങ്ങിച്ചു കേട്ടോ. മൊഹിറ്റോ എനിക്ക് പാഷൻ ഫ്രൂട്ടും പിന്നെ ഹവായിയൻ ബ്ലൂ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ അത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പാഷൻ ഫ്രൂട്ട് അല്ല, മറ്റേ ഹവായിയൻ ബ്ലൂ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി പിടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ 12:30 ആ സമയത്താണ് ഞാൻ എണീച്ച് വരുന്നത്. അപ്പോൾ എനിക്കറിയാം ഞാൻ കുറച്ചും കൂടി ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ വല്ല ചോറും കറിയും സാമ്പാറോ എല്ലാം എടുത്ത് കഴിഞ്ഞ് ഇവർ കഴിക്കും. അപ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ പോയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വരണമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചായയും ഒരു റോബസ്റ്റ പഴം കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഞാൻ തന്നെ എല്ലാം എടുത്ത് വെച്ച് ഇങ്ങനെ ഫ്രൈസ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, എല്ലാം ചെയ്ത് നല്ല മനോഹരമായിട്ട് വെച്ച ശേഷമാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. വിഴുങ്ങി കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അധികം നേരം വീഡിയോ എടുത്ത് വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് നല്ല വിശപ്പായതുകൊണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തലേ ദിവസം തന്നെ
ഐസ്ക്രീം ബോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പായസം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്തെങ്കിലും ഒരു മധുരം എന്തെങ്കിലും മധുരം ഐറ്റംസ് ഒക്കെ വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഐസ്ക്രീം ബോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് സ്വസ്ഥതമായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നോക്കിയപ്പം ഇരുണ്ട് വന്ന് നല്ല കാറ്റും വന്ന് നല്ല മഴ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഡ്രസ്സൊക്കെ എടുത്തിട്ട് എനിക്ക് പിന്നെ ഇൻസ്റ്റയിൽ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മൂഞ്ചി ഇപ്രാവശ്യം എല്ലാം മൂഞ്ചി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഇൻസ്റ്റയിലേക്ക് ഓവറാക്കാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം മൂടലുണ്ടായിരുന്നു, പക്ഷെ എന്നാലും മഴയൊക്കെ പോയി കിട്ടി, സന്തോഷം. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എൻ്റെ അനിയത്തിൻ്റെ റൂമിലേക്ക് ഓടുകയാണ്. കാരണം അവിടെയാണ് AC ഉള്ളത്. എൻ്റെ AC പിന്നെ പറയേ വേണ്ട, ഇവിടെ AC ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ റൂമാണ്, ഇപ്പോൾ AC ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒച്ച മാത്രമേ ഉള്ളൂ, ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒച്ച മാത്രമേ ഉള്ളൂ. ഈ ആർക്കും വേണ്ടി കുറച്ച് സാമ്പാർ എന്ന് പറയില്ലേ, അതുപോലെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പന്ത്രണ്ട് ജോലി ഒച്ച ഞാപ്പല്ല, ഞാൻ ഫാൻ ഇടും. എന്തൊരു അവസ്ഥയാണ്. കാം ഡൗൺ ആ. എനിവേ, അപ്പം മിച്ചുൻ്റെ റൂമിലേക്ക് എടുത്ത് പോയപ്പോഴാണ് ഞാൻ നഗ്നസത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് കറണ്ട് ഇല്ല എന്നുള്ളത്. ഒരു കാറ്റും മഴയും നേരത്തെ വന്നിരുന്നല്ലോ, അതിൽ എനിക്ക് തോന്നുന്ന ലേശം കറണ്ട് പോയി കിടക്കുകയായിരുന്നു. പിന്നെ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തു, എന്നിട്ടും വന്നില്ല. എന്നിട്ട് വിചാരിച്ചു സാരമില്ല, നമുക്ക് ഫാൻ ഇട്ടിട്ട് തന്നെ ചെയ്യാം, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചപ്പോൾ കറണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ ആ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അസിസ്റ്റൻറ്റ് തരൂ പ്ലീസ്. അപ്പം ഞാൻ ആക്ച്വലി വിഷുവിന് ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ചൊക്കെ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ മുടി കാരണം അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ തന്നെ എല്ലാം തുണിയൊക്കെ വാങ്ങിച്ച് എടുക്കാൻ പോയി, സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത്, ഒരു ഡിസൈനൊക്കെ കൊടുത്ത് ഞാൻ തന്നെ എല്ലാം ചെയ്യണമല്ലോ. പക്ഷേ അതിനുള്ള മടി എന്നൊക്കെ പറഞ്ഞാൽ ഏച്ചത് മടിയാന്ന് പറയും എനിക്ക്. അതുകൊണ്ട് അത് നടപടിയായില്ല. പക്ഷേ ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടതാട്ടോ, ഈ സാരി വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കി അതിനെ സ്കേർട്ട് പോലെ ആക്കുന്നത്. അത് ഞാൻ കുറച്ചായി ഇത് കാണുന്നു. അപ്പം എനിക്ക് അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് നടന്നില്ലെങ്കിൽ എന്താ, ഇത് നമുക്ക് ട്രൈ ചെയ്യലെന്ന് വെച്ചിട്ട് അതിൻ്റെ പരാക്രമങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഈസിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് എവിടെ തുടങ്ങും, എങ്ങനെ ഇതിനെ കൊണ്ടുവരും എന്നുള്ളത് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു AC-ൻ്റെ കാറ്റ് ഇങ്ങനെ വന്നിട്ട് പ്ലീറ്റ്സും ഇളകി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടിഷ്യൂ സാരി വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്ന മാന്യമായിട്ടുള്ള വല്ല ഇപ്പം സാധാരണ നമ്മുടെ കേരള സാരിയില്ലേ, അത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൃത്തിയിൽ നിന്നേനെന്ന് തോന്നുന്നു. ഇത് എനിക്ക് എന്താ നല്ല തീരെ എന്നെ കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ രമേഷ്, ഇങ്ങനെ രമേഷ്, ഇങ്ങനെ രമേഷ്. ഓക്കെ, എൻ്റെ എന്തോ സാധനം ഊരി വീണിട്ടുണ്ട്, നേരൊക്കെ തരും. ഇത് ഊരി എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ, ചെയ്യാലോ എന്ന് വിചാരിച്ച് നോക്കിയതാണ്. അപ്പൊ ഇതുണ്ട്, ഇത് ഇങ്ങനെ അങ്ങോട്ട് മടക്കാം. ഒരു പ്ലീറ്റ് ഇങ്ങനെ നമ്മൾ താഴെ വരെ ഇങ്ങനെ വരുത്തണം. അത് കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ കുത്താം. ഓക്കെ, എന്നിട്ട് അങ്ങനെ പ്ലീറ്റ് എടുക്കുക, കുത്താ. അതാണ് സംഭവം. ഞാൻ പ്ലീറ്റ് എടുക്കുക കുത്താം. ബാക്കിൽ നിന്ന് നടക്കുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ആരെങ്കിലും ഇവിടെ കുന്തം പിടിക്കുന്ന പോലെ 2 ജന്മങ്ങൾ ഇരിക്കുന്നുണ്ട്, എന്നാ ഒന്ന് സഹായിക്കുക. അതില്ല. ഇവിടെ ഞാൻ അവിടെ കഷ്ടപ്പെട്ടത് നോക്കി ചിത്തോണ്ടിരിക്കുകയാണ്. ചിത്തൊക്കെ 2 ഇവിടെ കണ്ണാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല പറ്റേ. ഞാൻ നേരത്താണോ ചെയ്തൊക്കെ വല്ല സാരി എടുത്താൽ പോലെ ചിരിക്കുന്നുണ്ടോ. ഞാൻ പിന്നെ വന്നു ബാക്കിലേക്ക് എല്ലാ പരിപാടികളൊക്കെ തീർത്തിട്ട് പിന്നെ വന്നിരിക്കുകയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, അവസാനം എല്ലാം കൂടി പിച്ചിപ്പറിച്ച് എറിഞ്ഞിട്ട് ഓടിയാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ വല്ല പാൻറ് ഇട്ടിട്ട് വരട്ടെ, അല്ല പാൻറ്റും കുറിച്ചിട്ട് വരട്ടെ, ഞാൻ നിർത്തി, എനിക്ക് വയ്യ. പക്ഷേ അമ്മയും മിച്ചും അവിടെ കിടന്നിട്ട് ചിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ലേശം മോട്ടിവേഷനൊക്കെ തരുന്നുണ്ടായിരുന്നു. സാറിലെ കൊപ്പല ചെയ്തെന്ന് പറഞ്ഞിട്ട്. പിന്നെ അമ്മേൻ്റെ അടുത്തിട്ട് പോയി മാമേ ഇതൊന്ന് നേരേക്ക് താന്നിട്ട് അങ്ങനെ അമ്മ നേരേക്ക് തന്നതാണ് ഈ കാണുന്നത്, ഈ മോൾ ഭാഗം കേട്ടോ. ഇത് ആക്ച്വലി ഒന്നെങ്കിൽ സാരി എടുക്കുക, അല്ലെങ്കിൽ വേഷ്ടി മുണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചയായിട്ട് വൃത്തിക്ക് ടൈലർമാരുടെ അടുത്ത് പോയിട്ട് ഒരു ഇതൊക്കെ തയ്പ്പിക്കുക. അല്ലാണ്ട് ഈ പണിക്ക് സാധാരണ ഇറങ്ങാൻ പാടില്ല എന്നാണ് ഞാൻ ഇതുകൊണ്ട് പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ അല്ലെങ്കിൽ കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്നല്ല അമ്മ അതൊക്കെ പറയാൻ ഇരിക്കാറ് നല്ലതാന്നൊക്കെ പറയും. അയ്യോ. അങ്ങനെ ഞാൻ വിചാരിക്കുകയായിരുന്നു എനിക്ക് സാരി എടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വേഷ്ടി മുണ്ട് എടുത്താൽ മതിയായിരുന്നു. ഇതൊന്നും ചെയ്ത് ഇതിന്റെ ബാക്കിൽ പോകാൻ എനിക്ക് എന്തിന്റെ കേടായിരുന്നു. കേട് കുറയായിട്ട് എന്നാലും ആ നിമിഷത്തിൽ ഞാനത് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് അധികം ടൈമില്ല, സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞും കൂടെ തീർക്കണം. അപ്പം പറഞ്ഞെന്തായിരുന്നു അത് പറഞ്ഞു. പിന്നെ മേക്കപ്പിൻ്റെതൊന്നും ഞാൻ വ്ളോഗായിട്ട് എടുത്തില്ല. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ടൈമിങ്ങിനെ എഴുതി കാണിക്കുന്നുണ്ട്, അതായത് എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന്. ഇതിപ്പോൾ ബാക്കി 2 മിനിറ്റ് കൂടി ബാക്കി എനിക്ക് എടുക്കാനുള്ളൂ. അപ്പം അതുകൊണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ സാധനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം വളരെയധികം മനോഹരമായിട്ട് ചെയ്തിട്ട് നോമിതാ പോവുകയാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ സുന്ദരി മണിയായിട്ട് എന്നും ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടോളൂ കൺ കുളിർക്കെ കണ്ടോളൂ. പിന്നെ എന്ത് ഷേപ്പ് വെയർ ആണെങ്കിലും ശരി, സാധനം ഇങ്ങനെ ഉടുത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും ഇങ്ങനെ കാലിങ്ങനെ അകത്തി വെക്കണം എന്ന്. അത് ചെയ്യാത്തതിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്കൊന്നും പോകണ്ടല്ലോ, എൻ്റെ വീട്ടുമുറ്റത്ത് കിടന്ന് ചാടി കളിക്കാനല്ലേ, അതോടെ കുഴപ്പമില്ല. ഇത് വെച്ചാൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ. അവിടെ നിൽക്കില്ലേ, എങ്ങനെയുണ്ട്
പൂക്കാലം വന്നു പൂക്കാലം. ഓ തെറ്റിപ്പോയില്ലേ, സീസൺ തെറ്റിപ്പോയി. വേറെ ഇപ്പം എന്താ വിഷുവിന് പറ്റിയ എന്താ പറ്റുക? കാണിക്കൊന്ന പൂക്കൊന്നാളെ അതല്ലല്ലോ പാട്ട്. വേൽച്ചില്ല പൂക്കുന്നായിരുന്നോ? ആ മൂട് പോയി. കണിക്കാണും നേരും കമല നേർത്തന്റെ നിറവേഴും. പിന്നെ കോപ്പിറൈറ്റ് കിട്ടുന്നോണ്ട് പാട്ടൊന്നും കുത്തിക്കാറ്റാതെ ഞാൻ തന്നെ പാടി ഓവറാക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. സാരമില്ല, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ട് കുളിർമ കൊള്ളുക. എനിവേ, എങ്ങനെയുണ്ട് എൻ്റെ ആവട്ട? ഒന്ന് തിരിഞ്ഞു കാണിക്കണം. എന്താ തന്നെ പറയും, ഏതോ ഊളം പറയുന്ന ചങ്ങലയും പൊട്ടിച്ച് കെട്ടിയെടുത്തതാണെന്ന്. പക്ഷെ ഇറ്റ്സ് ഓക്കെ. എൻ്റെ വള കിട്ടുന്നുണ്ട്, വള. എൻ്റെ മോതിരം കിട്ടുന്നുണ്ട്, മോതിരം. ആൻഡ് കം അപ്പ്. പിന്നെ പെട്ടെന്ന് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അതായത് ഒരു ദിശാബോധം ഒന്നുമില്ലാതെ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. മേക്കപ്പും നോമിന് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിപ്പം എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഇത് ഒരിക്കലും മാറ്റി വരില്ല. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, വെറുതെ എവിടെ കിടന്ന് കളിക്കാനുള്ളതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ എൻ്റെ ജ്വല്ലറി വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുൻഭാഗത്ത് ഞാൻ വിചാരിച്ച് കുറച്ച് വൃത്തിയാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്കേർട്ടിൻ്റെ ഭാഗമേ സാരി ഈക്വൽ ടു സ്കേർട്ട് സാധനം അത് ഞാൻ മുൻഭാഗത്തായിരുന്നു മാന്യമായിട്ട് ചെയ്യാൻ നോക്കിയത്. പക്ഷേ മുൻഭാഗത്ത് മര്യാദക്ക് വരുന്നുണ്ടായിരുന്നില്ല. ബാക്ക് ഭാഗത്തോ ഞാൻ വിചാരിച്ചു ആരും കാണില്ലല്ലോ എന്ന് വെച്ചിട്ട് എങ്ങനെയൊക്കെയോ കൂടി കൊടുത്തതാണ്. പക്ഷേ അത് കുറച്ചുകൂടി വൃത്തി ഉണ്ടായിരുന്നു. സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഗൈസ്. എന്ത് ചെയ്യാനാ? എങ്ങനെയുണ്ട് പൂവിൻ്റെ കൂടെ? ഓണല്ലല്ലോ, ഒരു മിനിറ്റ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും പടക്കങ്ങളൊക്കെ പൊട്ടുന്നത് കൊണ്ട് എനിക്കും ഒരു പ്രചോദനമായിരുന്നു ഈ വെളിച്ചമുള്ള സമയത്ത് തന്നെ കിടന്ന് പൂത്തിരി കത്തിക്കാനും. ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും നല്ല രീതിക്ക് ഒരു ഉളംപാറ മെറ്റീരിയൽ ആണല്ലോ എന്ന്. പക്ഷെ സാരമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാനിവിടെ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, മന്ദബുദ്ധത്തിൻ്റെ ആ പരകോടിയിൽ എത്തി നിൽക്കുന്ന ഞാനായതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. അപ്പോൾ ഇതാ എൻ്റെ ഒരു സ്വാഗ് വീഡിയോ കൂടി ഞാൻ ഇതിൽ കുത്തിക്കയറ്റിയിരിക്കുന്നുണ്ട്. ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പൊ ശരി, അത് കഴിഞ്ഞ് എല്ലാം കൂടി ക്ഷീണിച്ച് പോയെന്ന് പറഞ്ഞാണ്ടല്ലോ. കുറച്ച് സാധനങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതെല്ലാം കൂടി വലിച്ചു വാരി കയറ്റി ഒരു ചെറിയൊരു ഒരൊറ്റ പൂത്തിരി കത്തിച്ചപ്പോഴേക്കും ഞാൻ പിന്നെ വേർത്ത് ഒഴുകി. എനിക്ക് ക്ഷീണമായിട്ട് എനിക്ക് പിന്നെയും സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും കണ്ണിലേക്ക് ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ കുത്തുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് നേരത്തെ നമ്മൾ കൊണ്ടുവന്ന ഹവായൻ ബ്ലൂ ഇല്ലേ, അതും കുടിച്ച് ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു പേസ്റ്റ് ഇങ്ങനെ കലക്കി തന്നത് പോലെ ഇല്ലേ, ഒരു പെപ്സിഡന്റോ എന്തോ സാധനം. കുഴപ്പമില്ലല്ലേ? പക്ഷെ എന്നാലും ഒരു സാധനം എങ്ങനെ ഡ്രാ വീണോ കുറിഞ്ഞു വീണു. അങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ആക്ച്വലി എനിക്ക് ഇൻസ്റ്റാ സ്റ്റോറി ആക്കാനും പോസ്റ്റ് ആക്കാനൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാധനം എൻ്റെ നെഞ്ചത്ത് വീണത്. അമ്മ പിന്നെ ലേശം കണ്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. നൈസ് മമ്മിക്ക് അറിയാം ഞാനിവിടെ വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോഴും ഒന്നും പറഞ്ഞില്ല. ചെറുതായിട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള തെറിവിളി എനിക്ക് കേൾക്കാവുന്നതാണ്. പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഹവായൻ ബ്ലൂ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണെങ്കിലും ലേശം ഒരു പെപ്സിഡൈൻ ടൂത്ത് പേസ്റ്റില്ലേ, അത് കലക്കി തന്നതുപോലെ തോന്നിട്ടോ. എന്താണെന്നല്ല, അത് ചില കോളയ്ക്കും പെപ്സിയും അത് നമ്മൾ പറയുമല്ലോ ഒരു ടൂത്ത് പേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്, അതുപോലെ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം കൂടി ആയിരുന്നു. പക്ഷെ ഞാനെല്ലാം കുറിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. കുറ്റം പറയുകയാണെങ്കിലും എല്ലാം കഴിക്കും ചെയ്യും, എല്ലാം കുടിക്കും ചെയ്യും. പക്ഷേ ഫസ്റ്റ് കുറ്റം പറയും, അതാണ് നോമിൻ്റെ പോളിസി. പിന്നെ റൂമിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റാൻ നിൽക്കുമ്പം ഈ വേസ്റ്റ് അങ്ങോട്ട് മാറ്റിയപ്പം കറക്റ്റ് സ്കേർട്ടും ബ്ലൗസും തന്നെ ഇങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു. ആ വേസ്റ്റ് വന്നപ്പോഴാണ് ഒരു അപാകത വന്നതെന്ന് തോന്നുന്നു. അപാകതയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി നൈസ് ഇത് തന്നെയായിരുന്നു. ഇത് ശരിക്കും കണ്ട സ്കേർട്ട് പോലെ ഇല്ലേ, ഞാനൊരു സംഭവം തന്നെ. അങ്ങനെ വലുതായിട്ടൊന്നുമില്ലെങ്കിലും ഒരു തട്ടിക്കുട്ടി വിഷു സാധനം ഇതേ ഞങ്ങൾ വളരെയധികം മാന്യമായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതെല്ലാം കുത്തിക്കെട്ടി ഞാനൊരു വ്ളോഗും ഇറക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മേക്കപ്പ് കഴുകാനുള്ള സമയമായിട്ടുണ്ട്. കാരണം കുറച്ച് അധികം നേരമായതുകൊണ്ട് നല്ല ചൊറിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ലേസും കൂടി വിഷു കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റുമോ എന്നും കൂടി ഞാനൊന്ന് നോക്കട്ടെ. അപ്പം നിങ്ങൾക്ക് വിഷു കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി ചൊറി പോയി എന്ത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് വാ. എന്നാൽ പിന്നെ ശരി, അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.